സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ പ്രേമ പൂജ പുഷ്പവുമായി നീ തേടുവതാ. നമസ്കാരം. ഞാൻ നിൽക്കുന്നത് തെലങ്കാനയിലോ കർണാടകയിലോ തമിഴ്നാട്ടിലോ അല്ല, നമ്മുടെ സ്വന്തം കണ്ണൂരിൽ കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് വേശാലയിലാണ്. വേശാല 39-ലാണ് ഇങ്ങനെ ഒരു സൂര്യകാന്തി പാടമുള്ളത്. ഞാൻ വരാൻ ലേറ്റായിപ്പോയി, കാരണം പൂവെല്ലാം ഏകദേശം വാടി എന്ന് പറഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞു പൂവ് ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പൂവിൻ്റെ ആ ഭംഗിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവനാണ്. അമ്മാവൻ പറയുമ്പോഴേക്ക് തന്നെ കുറേ ലേറ്റായിപ്പോയി. എന്തായാലും നല്ല ഭംഗിയുണ്ട്, മാത്രമല്ല കുറേ സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 1 ഏക്കറൊക്കെ അടുത്തായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഭംഗി ഉണ്ടാക്കിയ ആളുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹം കൂടി ഉണ്ട് ഇവിടെ. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഇത് എത്ര കാലമായി ഇതൊക്കെ തുടങ്ങിയിട്ടെന്നൊക്കെ ചോദിച്ചു നോക്കാം. ഈ സൂര്യകാന്തി പാടം ഉണ്ടാക്കിയൊരു വ്യക്തിയാണ് ഇദ്ദേഹം. നമസ്കാരമുണ്ട്. എൻ്റെ പേര് വാസുദേവൻ. 2-3 വർഷമായി സൂര്യകാന്തി കൃഷി ഇങ്ങനെ ചെയ്യുന്നത്. അതെ അല്ലേ? പിന്നെ വേറെന്താണ് ഇതിൻ്റെ അകത്തുള്ളത്? ഇതിൻ്റെ അടുത്ത് കംപ്ലീറ്റ് പച്ചക്കറികളാണ്. വെണ്ട, വഴുതനി, പിന്നെ പച്ചമുളക്. പിന്നെ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ കൊത്തവരയാണ്. കൊത്തവര അല്ലേ? നമ്മുടെ നാട്ടിൽ കാണൂല അല്ലേ? അതൊന്ന് കാണിച്ചേ. പിന്നെ ഈ സാധനമാണ് കൊത്തവര അല്ലേ? കൊത്തവര സാധാരണ നാട്ടിൽ ഉണ്ടാവാറുണ്ട്, കുറവാണ്. പക്ഷേ ഇത് ഒരുപാട് ഉണ്ടാകുന്നത് നല്ല വളമാണ് കിട്ടിയിട്ടുള്ളത്. അതെ അല്ലേ? ഇത് കംപ്ലീറ്റ് കൊത്തവരയാണ്. ഈ ഭാഗത്ത് മൊത്തം കൊത്തവര. വെള്ളരിയുണ്ട്, കുമ്പളമുണ്ട്, അതിനകത്ത് വണ്ടിയുണ്ട്, ക്യാബേജ് അതൊക്കെ ഉണ്ടല്ലേ? അങ്ങോട്ടും ഉണ്ടല്ലേ പാടം? ഇതിപ്പം പച്ചമുളക്. എത്ര സ്ഥലമുണ്ട്? ഏകദേശം ഒരു 80 സെന്റുള്ള സ്ഥലമുണ്ട്. 80 സെന്റ് സ്ഥലത്ത് അല്ലേ? ഇപ്പൊ 3 വർഷമായിട്ട് നിങ്ങൾക്ക് വെള്ളം എടുക്കുന്നില്ല? വെള്ളം കിണറുണ്ട്. പിന്നെ വേറെന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്? ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തിട്ട് ഇവിടെ അടുത്തുണ്ട്. പിന്നെ ചട്ടുപ്പാറ അല്ലേ? അപ്പോൾ ഇതിനുള്ള സമയം എങ്ങനെ കണ്ടെത്തുന്നത്? രാവിലെ ഒഴിവ് സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. രാവിലെ ഒരു 7 മണി 7:30 ആകുമ്പോൾ 5 മണിക്ക് വിടും വയലിൽ. 5-6 മണിയാകുമ്പോൾ നല്ല സമയമുണ്ട്. 9 മണിക്ക് ജോലിക്ക് പോകും. അതെ, 9 മണിക്ക് ജോലിക്ക് പോയി വേണം. വൈകുന്നേരം പോയി സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത്. വൈകിട്ടും വരുന്നുണ്ടല്ലേ? അപ്പോൾ നമ്മൾ ടൈം അങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്, അതായത് കൃഷി അല്ലേ? പിന്നെ ഈ സൂര്യകാന്തി ഇത് എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ വിത്ത് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 10-25 എണ്ണയായിട്ട് എടുത്തിരുന്നു. നിങ്ങൾ തന്നെ? സൂര്യകാന്തി സൺഫ്ലവർ ഓയിലായിട്ട് എടുത്തിരുന്നു. അതെയോ? ഇത് 7 കിലോ സീഡ് എടുത്താലേ നമുക്ക് 1 ലിറ്റർ എണ്ണ കിട്ടും. ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു 10 ലിറ്ററോളം ശുദ്ധമായ സൺഫ്ലവർ ഓയിൽ ഞാൻ എടുത്തു, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ അതിൻ്റെ നടുക്ക് പച്ചക്കറിയും ഉണ്ടല്ലോ അല്ലേ? ഇത് വീട്ടിൽ നിന്ന് എങ്ങനെയാണ് എടുക്കുന്നത്? ഇത് വീടൊന്നും അതിൻ്റെ മില്ലില്ല. നമ്മളൊരു ചങ്ങായിൻ്റെ മില്ലിൽ നിന്ന് തൽക്കാലം അതിൻ്റെ അഡ്ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതങ്ങനെ എടുത്തത്. കൊപ്ര മില്ലിൽ നിന്ന് കിട്ടും, പക്ഷേ അവർ കൊപ്ര മില്ലിൽ നിന്ന് ആരും എടുത്തു തരില്ല. അതിൻ്റെ കറുത്ത ഇതായതുകൊണ്ട് അതിൻ്റെ ഇത് അവിടെ പറ്റുമല്ലോ മെഷീനിൽ. പിന്നെ ഈ ചെറുധാന്യങ്ങൾ പൊടിക്കുന്നൊരു മില്ലുണ്ട്, അവരുടെ ചെറിയ ക്രമീകരണം വെച്ചാൽ ഇത് സുഖമായിട്ട് എടുക്കാം. അതിലൊരു മില്ലുണ്ട്, അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇത് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സൂര്യകാന്തി 100 രൂപയ്ക്കെല്ലാം കിട്ടുന്നുണ്ട്. ഇത് 7 കിലോ അടിച്ചാലാണ് 1 ലിറ്റർ കിട്ടുക. അപ്പോൾ ഒരു സീഡിന് തന്നെ 300 രൂപയുണ്ട്. അല്ല, സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് എണ്ണ എടുക്കാന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു കാര്യമല്ലേ അല്ലേ? നല്ലൊരു സന്തോഷമല്ലേ? നമുക്ക് തന്നെ എണ്ണ ഉപയോഗിക്കാം. പിന്നെ ഇതുണ്ടല്ലോ, ഇത് ഏറ്റവും കൂടുതൽ താല്പര്യം ഗുണ്ടൽപേട്ട് പോലത്തെ സ്ഥലത്താണ്. അവിടെ പോയി നമ്മൾ ടൂറിൽ പോകുമ്പോൾ ഇങ്ങനെ കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ചോദിച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് കൃഷി ചെയ്തത് വിത്ത് മേടിച്ചു. അല്ലാതെ നമ്മളൊരു സീഡ് ഇവിടുന്ന് മേടിച്ചാലും ഇത് പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സീഡ് മേടിച്ചാൽ പൊടിക്കുകയും, പക്ഷേ ഇത്ര ഭംഗി ഇങ്ങനെ കിട്ടില്ല. അതെ, ഞാനും നട്ടു നോക്കിയിട്ടുണ്ടായിരുന്നു. അത് അത്ര ഇതാവുന്നു, ഭംഗി കിട്ടും, ഇത്രയും വലിപ്പവും വരുന്നില്ല. ഹൈബ്രിഡ് വിത്തായതുകൊണ്ട്. ഇത് നിങ്ങൾ വാങ്ങും. പിന്നെ എവിടുന്ന് വാങ്ങിയത്? എടുത്ത് ഗുണ്ടൽപേട്ട് അവിടെ തന്നെ വാങ്ങിയത് അല്ലേ? എന്നിട്ട് ഇപ്പം എല്ലാ വർഷവും നിങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ട്? പക്ഷേ ഇതിൻ്റെ വിത്ത് പൊടിക്കൂല, പൊടിച്ചാൽ ഇത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ വീണ്ടും നമ്മൾ വാങ്ങണം. അപ്പോൾ അവിടെ തന്നെ പോകണം. ഇത് ഏത് സമയത്ത് നിങ്ങൾ വിത്ത്? ഇത് ഏകദേശം ജനുവരി 1st വീക്ക് ചെയ്തു. അപ്പോൾ ഒരു 70-80 ദിവസം കൊണ്ട് വീക്ക് അടിച്ചു. 80 ദിവസം കൊണ്ടല്ലേ? ഏകദേശം 3 മാസം അല്ലേ? പിന്നെ ഇതാണ് എൻ്റെ സീഡ്. ഇത് പൂവ് സീഡായി അല്ലേ? ഇതിന് പറിച്ചിട്ട് ഉണക്കും. ഇത് പൊട്ടിച്ചിട്ട് ഉണക്കണം അല്ലേ? ഉണക്കിയിട്ട് തച്ചെടുക്കണം വിത്ത്. നമ്മൾ ഗൾഫിൽ നിന്നല്ല ഇവർ കുറിക്കാൻ എടുക്കുന്നില്ലേ? അതെ, ഹബ്ബ് എന്ന് പറയും. ഹബ്ബ് കടെല്ലാം കൊടുത്താൽ ഇത് കിട്ടും. പക്ഷേ ഇടുന്ന അതിൻ്റെ മാർക്കറ്റ്, അതിൻ്റെ ഫെസിലിറ്റീസ്. അതെ അല്ലേ?
ഇവിടെ കടയിൽ കൊടുക്കാൻ പറ്റില്ല അല്ലേ? അതങ്ങനെ ഒരു മാർക്കറ്റ് ആയില്ല. അതായത് നമ്മുടെ നാട്ടിലായതുകൊണ്ട് ചിലപ്പോൾ അത് വാങ്ങാൻ താല്പര്യപ്പെടില്ല അല്ലേ? ഞാനിത് തിന്നലുണ്ട്. നല്ല ടേസ്റ്റ്. ഇത് നമ്മൾ കടലക്കാർക്ക് അതെ അതെ ഫേമസ് നിർബന്ധമാണ്. ഈ സാധനം ഇല്ലെങ്കിൽ അറബിക്ക് നടക്കൂല. അതുപോലെ നമ്മുടെ മലയാളീസ് എല്ലാം നല്ലോണം കഴിക്കും അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഭാര്യ 2 കുട്ടികൾ. 2 കുട്ടികൾ. കുട്ടികളാണ്. എന്ത് ചെയ്യുന്നത്? അവർ പഠിക്കുന്നത് SLC ആണ്. ചെറിയ കുട്ടികൾ. അപ്പൊ അവരെല്ലാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. അവര് എല്ലാ വൈകുന്നേരം ഇവിടെ വരലുണ്ട്, സഹായിക്കും, കൃഷിയിലെല്ലാം സഹായിക്കും. അതെല്ലേ? പിന്നെ കുറച്ച് നെൽകൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെയാ. ഇത് കഴിഞ്ഞപ്പോൾ ഒന്നാമൾക്ക് നെൽകൃഷി ചെയ്യും. പിന്നെ വെറൈറ്റി ഐറ്റംസ് 10 നെൽകൃഷി ചെയ്യുന്നുണ്ട്. സർബാത്ത്, രക്തശാലി എന്നെല്ലാം പറഞ്ഞ വെറൈറ്റി ഐറ്റംസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ നല്ലോണം നല്ല വിളവ് കിട്ടുന്നുണ്ട്. രക്തശാലിക്കെല്ലാം കിലോന് 100 രൂപ 150 രൂപ നെല്ലിന് കിട്ടും. നമ്മളത് പുറത്ത് കൊടുക്കാനുണ്ടാവുക? കുറച്ചുണ്ടാവും, ആയിട്ട് കൊടുക്കലുണ്ട്. പിന്നെ കൃഷ്ണകോമുദി ഉണ്ട്. നസബാത്ത് എന്ന് പറഞ്ഞാൽ ചോന്ന നെല്ല് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കംപ്ലീറ്റ് ചോന്നല്ല്. അതെല്ലേ? ചോന്നല് പണ്ട് നമ്മൾ ഈ അതല്ല, ഇല മാത്രം ചുവപ്പായിട്ടുള്ള നസബാത്ത് എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ വരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്ത് വീട്ടിൽ 2 കുള്ളം പശു ഉണ്ട്. കുള്ളം പശു ഉണ്ട്? കാസർഗോഡ് കുള്ളം പശു. അപ്പോൾ വീട്ടിൽ വരണം നമ്മൾ. കുഴപ്പമില്ല. കുള്ളം പശുവിനെ ഒന്ന് കാണാമല്ലോ നമുക്ക്. പിന്നെ താറാവുണ്ട്, കോഴിയുണ്ട്. ഓ, വീട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഈ കൃഷി മാത്രമല്ല, വീട്ടിൽ ഇവരെല്ലാം വളർത്തുന്നുണ്ട് അല്ലേ? പിന്നെ പരമ്പരമായിട്ട് ഒരു കർഷക കുടുംബമാണ്. അതെ, അതായത് അതിൻ്റെ അത് നമ്മളെ രക്തത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അല്ലേ? അതല്ലേ? ഈ കാണുന്ന കൊത്തവര എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാത്ത, അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത്രയും ലെങ്ത്തിലുണ്ട് കൊത്തവര. കുറച്ച് നമുക്ക് പറിച്ചെടുക്കാം അല്ലേ? പറിച്ചെടുക്കാൻ കുറച്ച് പണിയാന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഇതെല്ലാം മൂത്തതാ. അപ്പൊ ഈ കൊത്തവര എല്ലാ വർഷവും അപ്പൊ എല്ലാ കാര്യമായി അല്ലെ? വീട്ടിലേക്കുള്ള പച്ചക്കറിയായി, സൺഫ്ലവറായി, ഇങ്ങനെ. അതുപോലെ വെള്ളേരി, കുമ്പളം, ബീറ്റ്റൂട്ട് അല്ലേ? ബീറ്റ്റൂട്ട് ഇല്ല, കേബേജ് അല്ലേ? കേബേജ്, കോളിഫ്ലവർ. അപ്പോൾ എല്ലാ പച്ചക്കറിയും ഉണ്ട് ഇവിടെ. അപ്പം എന്തായാലും ഞാൻ കുറച്ച് പച്ചക്കറി എടുക്കുന്നുണ്ട്. അവർ പറഞ്ഞ് കുറച്ച് പറിച്ചെടുത്തോ ടൈം. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, പ്രേമ പൂജ പുഷ്പവുമായി നീ തേടുവതാരയാരേ, തേടുവതാരയാരേ. വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ, വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ, ദേവദാരുവിൻ തണലിലുറങ്ങും താപസ കന്യകനീ, ദേവദാരുവിൻ തണലിലുറങ്ങും താപസ കന്യകനീ. ഇതേണ്ട നല്ല നാടൻ കൊത്തവര ഒരുപാടുണ്ട് ഇവിടെ. പക്ഷേ പറിച്ചെടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? ഇത് ആൾ കുറേ ടൈം വേണം പറിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഞാൻ പറിച്ചിട്ടുള്ളൂ. എന്തായാലും ഒരു തോരൻ വെക്കാനുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ടല്ലോ അല്ലേ? അവധി ദിവസങ്ങളിൽ ശനി ഞായറാഴ്ച വൈകുന്നേരം ഒരുപാട് ആള് കാണാൻ, പൂന്തോട്ടം കാണാൻ വേണ്ടി വരുന്നുണ്ട്. അതുപോലെ സെൽഫി എടുക്കാനും സേവ് ദ ഡേറ്റ് ഇതെല്ലാം അധികം ആൾ വരുന്നുണ്ട്. ഇത് വാടിപ്പോയി, ഇപ്പൊ അങ്ങനെ ആളുണ്ടാവില്ല. ഇതിപ്പോ ഉണ്ടായിട്ട് 2 ആഴ്ചയായി. ഒരു പൂവ് ഉണ്ടായാലും മാക്സിമം 2 ആഴ്ച നിൽക്കും. വാടി സീഡാവും.
പിന്നെ ഇതിന്റെ വെള്ളം എല്ലാം എങ്ങനെയാണ് കൊടുക്കുന്നത്? വെള്ളം ഇതെല്ലാം ഡ്രിപ്പ് ഇറിഗേഷനാണ്. അതെ ടാങ്കിൽ തുറന്നു വെച്ചാൽ കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആ നമ്മൾ നനക്കാനൊന്നും വരണ്ട, നമ്മളൊന്ന് കളവറിക്കുണ്ട് അല്ലേ? ഉണ്ടാവില്ല അല്ലേ? ഇതിന് ഇടക്കല്ല ഇടവിളയായിട്ട് ചീരയെല്ലാം കൃഷി ചെയ്തു ഒരുപാട്. അതെ, ചീരയെല്ലാം കാണുന്നുണ്ട്. അതുപോലെ പിന്നെ ബത്തക്ക ഉണ്ടല്ലേ, നമ്മളെ തണ്ണിമത്തൻ വർഷം ചില പന്നി ശല്യം ദോഷമായിട്ടുണ്ട്. കൂടുതൽ നാട്ടിൽ കംപ്ലീറ്റ് നശിപ്പിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഈ കാരണം കംപ്ലീറ്റ് തണ്ണിമത്തന് കംപ്ലീറ്റ് പന്നി നശിപ്പിച്ചല്ലേ? അതുകൊണ്ട് ഇപ്രാവശ്യം അത് നട്ടിട്ടില്ല. അപ്പൊ കുമ്പളങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമില്ല? കുമ്പളം അങ്ങനെ നശിപ്പിക്കില്ല. തണ്ണിമത്തം ഒന്ന് നശിപ്പിച്ചാൽ. അതെ, പിന്നെ ഈ ചേമ്പ് അങ്ങനെയുള്ള അതും നട്ടിടാ. ചേമ്പ് കപ്പയില നല്ലോണം ഉണ്ടാവില്ല അല്ലേ? പക്ഷെ വെയിലേട്ടതുകൊണ്ട് തന്നെ. അതെ, വലിയ സ്ഥലമാണ്, 2 ഏക്കറുള്ള മൊത്തമുള്ള സ്ഥലമാണ്. ഈ സ്ഥലം നിങ്ങൾ താനോ? അല്ല, ഇതെന്റെ സ്ഥലം. നിങ്ങളെ സ്ഥലം അല്ലേ? കാബേജ് ഉണ്ട് അല്ലേ? രണ്ട് കളർ റെഡ് ക്യാബേജ് എന്ന് പറയുന്ന ഇതാണ്. പക്ഷേ ഇതെല്ലാം ഡിസംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ വിളവെടുക്കേണ്ട രീതിയിൽ നടത്താൻ ഇതിന്റെ ക്യാബേജെല്ലാം ഇവിടെ വിളവായിട്ട് കിട്ടും. ശൈത്യകാല വിളയാവായതുകൊണ്ട്. ഇതെന്ത് ലേറ്റ് ആയതുകൊണ്ടല്ല? ഇത് ലേറ്റ് ആയത് ഇതിന്റെ ഇടവിളയിൽ നട്ടതാണ്. ഇത് ലേറ്റ് ആയതുകൊണ്ട് വിളവായിട്ട് വരില്ല. അതുപോലെ കോളിഫ്ലവർ അല്ലേ? അതും സീസൺ ശൈത്യകാല വിളയാണല്ലോ. ഡിസംബർ ആകുമ്പോൾ നമുക്ക് വിളവെടുക്കാൻ പറ്റിയാൽ ഇതെല്ലാം ഇവിടെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഇടവിളയായിട്ട് നട്ടുന്നേ ഉള്ളൂ. സൂര്യകാന്തി പാടം മാത്രമല്ല, ഇടവേളയായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചോന്ന വണ്ടിയുണ്ട്, വെണ്ട, അതുപോലെ പച്ചപ്പറങ്കി, അതുപോലെ കേബേജ്, ഒരുപാട് ഐറ്റം ഉണ്ട്. വെള്ളേരി, ബത്തക്ക, പിന്നെ അത് മാത്രമല്ല വീട്ടിലും പറഞ്ഞല്ലോ കുറേ കുള്ളം പശുവും അതൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. ഈ കാണുന്ന എനിക്ക് വന്നിരിക്കുകയാണ് ഇവിടെ. അതുപോലെ വഴുതിനിയുണ്ട്, ഒരുപാട് കാന്താരിയുണ്ട്, പച്ചമുളകും ഉണ്ട്, വഴുതിനിയുണ്ട്, വെള്ള വഴുതിനി, ഉണ്ട വഴുതിനി അല്ലേ? അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്തായാലും വെയിലായതിനു ശേഷം പിന്നെ നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? എടുക്കാൻ പൂവ് എല്ലാം വാടിപ്പോ അല്ലേ? അതുപോലെ വൈകിട്ട് അതിരാവിലെ വരണം എന്തായാലും, എന്നാലേ നമുക്ക് പൂക്കളെ നല്ല ഭംഗിയായിട്ട് കിട്ടും. എന്തായാലും നമ്മളെ കണ്ണൂർ ജില്ലയിൽ കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൽ ഇങ്ങനെയൊരു സംഭവം എല്ലാവർക്കും അറിയില്ല എന്ന് തോന്നുന്നു. ആയിട്ടില്ല അല്ലേ? എന്താ ഈ ചുവന്നതിൻ്റെ പേരെന്താ? പ്ലാത്താങ്കര ചീര അല്ലേ? ചുവന്നതും മറ്റേത് സാധാ ചീര. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചീരയും വിളവെടുക്കാം. ഇതാണ് കുള്ളം പശു അല്ലേ? ഇതാണ് കാസർഗോഡ് കുള്ളം എന്ന് പറയുന്നത്. കാസർഗോഡ് ഡാഫ്. അതിന്റെ കുട്ടിയാണ് ഇത്? അതിന്റെ കുട്ടി. അത് 3 വർഷമായി. 3 വയസ്സാണോ? അല്ല, 3 വർഷമായി ഇടാൻ കൊടുത്തിട്ട്. ആദ്യത്തെ പ്രസവത്തിൽ ചെയ്ത് ഇപ്പം കാളുണ്ടായി. ശരി, ഇതുപോലത്തെ 2 കൂടി ഉണ്ട്. ഇത് കറവില്ല, ഇത് കറവില്ല. ഇതിനിപ്പം എത്ര പാല് കിട്ടും? മാക്സിമം 2 ലിറ്റർ പാല് ഒരു പശു ഒരു ദിവസം. 2 നേരമായിട്ട് 2 നേരമായിട്ട്. ഇല്ല, പുറത്തല്ല, നമ്മുടെ സ്വന്തം കുടുംബത്തിൽ ഉപയോഗിക്കാറുള്ളൂ. നല്ല പാലാണ്, ഔഷധമുള്ള പാലാണല്ലോ. വേറെ കാൽത്തീറ്റ ഉണ്ടാക്കാനൊന്നും വേണ്ട. നമ്മളെ അടുക്കളയിൽ ഇത് പുല്ല് മാത്രമേ വേണ്ടു. തോറ്റ പറയാതെ കാൽത്തീറ്റ ഒന്നും വേണ്ട. സ്വഭാവം നല്ല സ്വഭാവം, കുഴപ്പമില്ല. മൂക്കൊന്നും കുത്തണ്ട, അതൊന്നും വേണ്ട അല്ലേ? ചില വല്ലാണ്ട് ഇതുണ്ടാവും. ഇത് പിന്നെ നമ്മളായിട്ട് മേടിക്കുന്നുണ്ട്. വൈഫിനെ അത് കറക്കാനല്ലോ, ആർക്കും കറക്കാം. സപ്പോർട്ട് വൈഫാണല്ലേ? പിന്നെ ഒരുപാട് താറാവലുണ്ടല്ലോ. നമുക്കൊന്ന് വീടുകളിലൊന്ന് കേൾക്കാം. ഇതാണ് വെച്ചൂർപ്പ് കാസർഗോഡ് ഉള്ളതിന്റെ മറ്റൊരു ഇനം. പിന്നെ ഇതാ കുട്ടി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഇടക്കിടക്ക് ഇങ്ങനെ കുടിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലേ? എന്നാലേ പാല് കിട്ടും അല്ലേ? ഓഹോ, അങ്ങനത്തെ സ്വഭാവമുണ്ട്. ഇപ്പൊ ടോട്ടൽ എത്ര പശുണ്ട്? 2 എടുക്കണ്ട്. പിന്നെ ഇത് 4 അല്ലേ? ഈ കുട്ടിയടക്കം 4. കുറച്ച് താറാവുണ്ട്, അതുപോലെ കുറച്ച് കോഴിയുണ്ട്. ശരിക്കും നല്ലൊരു കർഷകൻ തന്നെയാണ്. അതായത് ആകെ കിട്ടുന്ന ഒരു ടൈം അത്രയേ ഉള്ളൂ. അപ്പോൾ കോഴി, താറാവ് ഇങ്ങനെയെല്ലാം ആയിട്ട് നല്ലൊരു എൻജോയ്മെന്റ്. ടർക്കിയുണ്ട്. ടർക്കി എത്രയുള്ളത്? 3 ടർക്കി ഉണ്ട്. അതുപോലെ ഇപ്പുറത്തെ നാടൻ കോഴിയില്ല അല്ലേ? കരിങ്കോഴിയുണ്ട്. കൂട്ടുന്ന കാണൂല. ഇത് തുറന്നാൽ പുറത്ത് പോകും അല്ലേ? അത് തുറക്കണ്ട. കരിങ്കോഴി ഒറിജിനൽ കരിങ്കോഴി അല്ലേ? ഒറിജിനൽ കരിങ്കോഴി, അതുപോലെ കുറച്ച് നാടൻ കോഴിയും. ഇതെല്ലാം നാടൻ കോഴി തന്നെയാണ്. വിയോമി. ഇതെല്ലാം നല്ല റേറ്റ് ഉള്ളതല്ലേ?
മുട്ട കിട്ടുമോ? ആ മുട്ട. അപ്പൊ അത് നമ്മളെ കണ്ടിട്ട് കുറച്ച് അങ്ങോട്ട് ബാക്കോട്ട് പോയിട്ടേ ഉള്ളു. എന്തായാലും നല്ലൊരു ടൈം പാസും എൻജോയ്മെന്റും എല്ലാം തന്നെ. ഇപ്പൊ കുളവാഴ, ഈ കുളവാഴ വളർത്തുന്ന പൂവിനും അതുപോലെ താറാവിനും വേണ്ടിട്ട് അല്ലേ? താറാവിനെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാ? അപ്പൊ ഇത് കാണാൻ പൂക്കളിനും കാണാൻ ഭംഗിക്കും പിന്നെ താറാവിന് ഭക്ഷണം. സൂപ്പർ. ഇഞ്ചി അല്ലേ? വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി കിട്ടും. ഇതെല്ലാം ഇഞ്ചിയും മഞ്ഞളും നട്ട സ്ഥലമാണ്. അതുപോലെ ട്രേല് ഇഞ്ചി നട്ടിട്ട് വീട്ടാവശ്യത്തിന് അല്ലേ? കുഴപ്പമില്ല, അത്യാവശ്യമുണ്ട്. ഈ സ്ഥലം മൊത്തം ഇഞ്ചി മഞ്ഞള് എല്ലാം നട്ട് നല്ല മണ്ണാണല്ലേ? ഇത് താമര വിരിഞ്ഞ് നിൽക്കുന്നത്. എത്ര ദിവസമായി ഇത് വിരിഞ്ഞിട്ട്? ഒരാഴ്ച നിൽക്കും അല്ലേ ടോട്ടല്? ഇപ്പൊ രണ്ടാമത്തെ പൂവ് അല്ലേ? താമര. അടിപൊളി. എല്ലാ കൃഷിയുണ്ട് ഇവിടെ അത്യാവശ്യം. ഈ ഒറ്റൊരു കളറേ ഉള്ളൂ? വെറൈറ്റി കളേഴ്സാണ് ഇതെല്ലാം അല്ലേ? കുറെ കളേഴ്സാണ് ഈ കാണുന്നതെല്ലാം. അടിപൊളി. വിയറ്റ്നാമിലെ പ്ലാവും ഉണ്ട് 2 വർഷം കൊണ്ട് കായ്ക്കുന്നത്. അപ്പോൾ ഒരു വക അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഈ പറമ്പത്ത് പപ്പായ എല്ലാം ഉണ്ട്. അല്ലല്ല, ഇതൊരു പ്ലംസ് ആണല്ലേ? പ്ലംസിൻ്റെ ഐറ്റം ഉണ്ട്. അങ്ങനെ ഞാൻ ഈ വാസു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീടിന് വളരെയധികം പ്രത്യേകത ഉണ്ട് കേട്ടോ. പിന്നെ വീടുണ്ട ഫുള്ള് കല്ലാണ്. അപ്പോൾ പണിയൊന്നും ഫിനിഷിങ് ആയിട്ടില്ല എന്ന് പറയുന്നത്. എന്തായാലും വളരെയധികം പ്രത്യേകതയുള്ള ഒരു കാണാൻ ഭംഗിയുള്ളൊരു വീടാണ്. മാത്രമല്ല വീട്ടിൽ കുള്ളം പശു, അതുപോലെ താറാവ്, അതുപോലെ തന്നെ താമര, ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസും ഉണ്ട്. പിന്നെ ഇത്രയും ബിസി ആയിരിക്കുന്ന ആള്, അതായത് ബാങ്കിൽ ജോലി, അതുപോലെ പച്ചക്കറി ഇതെല്ലാം ചെയ്തിട്ട് വീണ്ടും വീട്ടിൽ വന്നിട്ട് പശുക്കളുണ്ട്, അതുപോലെ കോഴി, താറാവ്, ഇതിനെല്ലാം ഒന്ന് നോക്കണം, പരിപാലിക്കണം. ആള് ഫുൾ ടൈം ബിസിയാണ്. ബിസിയോടൊപ്പം തന്നെ ഭയങ്കര എൻജോയ്മെന്റും കൂടിയാണ്. നല്ല സന്തോഷത്തിലാണ്. വെള്ളമൊന്നും. അപ്പൊ വീടിന്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം. ചെറുതായിട്ട് വീടിന്റെ അകമൊന്ന് ചിത്രീകരിക്കാം. എങ്ങനെയുണ്ട്? അത്യാവശ്യം വലിയൊരു സൗകര്യമുള്ള വീട് തന്നെയാണ്. എന്തായാലും പണിയൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ. അപ്പൊ 3 ബെഡ്റൂമാണ് ഇത്. 3 ബെഡ്റൂം ഉണ്ട്. പിന്നെ മുകളില് ഓപ്പൺ ആയിട്ട് മോളം ഓപ്പൺ തന്നെയാണ്. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അത്യാവശ്യം വലിയൊരു സെന്ററാണ്. അതുപോലെ 3 ബെഡ്റൂം. പിന്നെ എന്തായാലും സൂപ്പറാണ്. മുകളിലും താഴെത്തുമ്പോൾ തന്നെ 3 ബെഡ്റൂം ഉണ്ട്. അതുപോലെ ഇവിടെ പേയിങ് ഗസ്റ്റ് എല്ലാം ആയിട്ട് വന്നാൽ താമസിക്കാൻ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. 3 വലിയ റൂമാണ്. അതുപോലെ അത്യാവശ്യം വെള്ളരിക്കൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. കാറ്റും വെളിച്ചവും തട്ടും. ഇത് കൊടുക്കാനുള്ളതാണോ? കൊടുക്കാനുള്ളത് അല്ലേ? അതെല്ലേ? ഇത് നല്ല ഉരുണ്ടിട്ട് പപ്പായ പോലത്തെ അല്ലേ? ഇത് വെള്ളരിക്കല്ലേ? കണിവെള്ളരി. ഇത് നിങ്ങൾ കൃഷി സൂര്യാന്തിന്റെ ഇടവേളയായിട്ട് കൃഷി ചെയ്ത സാധനമാണ് ഇതൊക്കെ. വെള്ളരിക്ക, ഇത് വെറൈറ്റി വെള്ളരിക്കാണ്. ഒരുപാട് ടൈപ്പ് ഉണ്ട്. 6 തരം ഉണ്ടല്ലോ. ഓഹോ, അടിപൊളി. എല്ലാം കൂടി വെറൈറ്റി തന്നെ എടുക്കാം. ഇതിന്റെ മേലെ പോണോ? ഞാൻ കംപ്ലീറ്റ് ഓണത്തിന് കൃഷിയാണ്. അതെല്ലേ? ചെണ്ടുവെല്ല് നട്ടതായത് കംപ്ലീറ്റ് ആയിട്ട്. ഓണത്തിന് ടെറസിലൊരു മുഴുവൻ പൂക്കൾ കഴിഞ്ഞ വർഷം വീഡിയോയിലും വന്നു. അതെല്ലേ? വേറെ അവിടെ എന്തുകൊണ്ട്? ഓ, ഇവിടെ മത്സ്യകൃഷിയുണ്ട്. ഇതിന്റെ മുകളില്, വീടിന്റെ ഏറ്റവും മുകളിലാണ് കേട്ടോ ഈ മത്സ്യകൃഷി. ഇത്
ആസാം വാള എന്ന് പറയുന്നത്. ആസാം വാള അല്ലേ? ഇത് നമ്മളെ ഷാർക്കിനെ പോലെ ഉണ്ടല്ലോ അല്ലേ? ഷാർക്ക് തന്നെയാണ് അല്ലേ? എത്ര ഷാർക്കാവും. അതെ. പിന്നെ ഇത് കഴിക്കുന്നത് നമ്മള് കഴിക്കൂ. എത്ര എണ്ണം ഉണ്ട് ഇതില്? 100 ഉണ്ട് ഇതില്. ഇതിപ്പം അടുത്തിട്ടാന്ന് തോന്നുന്നല്ലേ? ഇത് വണ്ണം വെച്ചില്ല. ശാസ്ത്രീയമായിട്ട് തീറ്റ കൊടുക്കില്ലേ? മറ്റുള്ള തീറ്റ നന്നായിട്ട് കൊടുത്താൽ നല്ല വണ്ണം വെക്കും അല്ലേ? അത് മാത്രല്ല ഇവിടെ ഈ ചട്ടിയൊക്കെ കാണുന്നത് എന്താന്ന് പറഞ്ഞത്? ഓണത്തിന് ടെറസിന്റെ മേലെ പൂ കൃഷിയായിട്ട് വീഡിയോ ഒക്കെ വന്നിരുന്നു തോന്നുന്നല്ലേ? അതുപോലെ മഞ്ഞളൊക്കെ ഉണക്കാൻ നല്ല ഏരിയ തന്നെ, ഇഷ്ടംപോലെ സ്ഥലമുണ്ട് മഞ്ഞൾ ഉണക്കാം. അതുപോലെ പൂക്കൾ ഇനിയിപ്പോ ഇതെല്ലാം പൊട്ടിച്ചിട്ട് വീണ്ടും പൂക്കൾ എന്തെല്ലാം പൂക്കളെ ഇടുന്ന ഇവിടെ? ചെണ്ടുമല്ലി. മഞ്ഞയും ചോപ്പും കഴിഞ്ഞ പ്രാവശ്യം വെള്ള ചെണ്ടുമല്ലി ഇട്ട്. വെള്ള പൂക്കള്. അത് വെറൈറ്റി ആണല്ലോ അല്ലേ? അപ്പൊ എന്തായാലും ഈ അടിപൊളിയായിട്ടുള്ള ഈ സൂര്യാന്തിപ്പാടവും അതുപോലെ ഇവരുടെ വീട്ടിൽ വന്നിട്ട് ഇവരുടെ കുള്ളം പശു അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഈ താമര, പിന്നെ താറാവ്, കോഴി, ഇങ്ങനെയുള്ള ആയിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു. നെല്ലൂത്ത് നിമിഷം ഇവിടെ തന്നെയുണ്ട്. അടിപൊളി. അപ്പൊ പുറത്ത് പൈസ ഒന്നും കൊടുക്കണ്ട. പിന്നെ പത്തായം അല്ലെ? ഇപ്പോഴത്തെ ആൾക്കാരൊന്നും കാണാൻ ചാൻസ് ഇല്ല അല്ലെ? പത്തായം പണ്ടുള്ള നമ്മളെ പത്ത് ആൾക്കാരൊക്കെ പത്തായം എന്നെല്ലാം പറഞ്ഞാൽ അറിയും. അപ്പൊ ഇതാണ് പത്തായം മക്കളെ. ഇതിൽ നെല്ലുണ്ട് ഇപ്പൊ? നെല്ലുണ്ട് അല്ലെ? കാടുവയ്ക്കുന്ന വിഷയം എല്ലാം ഉണ്ട് കേട്ടോ. ആള് ചില്ലറക്കാരനൊന്നല്ല, ഈ വീഡിയോ എടുത്ത് ഒതുങ്ങുന്ന ഒരു വ്യക്തിയല്ല. അതാ നെല്ലുണ്ട്, നിറവത്തായം. ഇതില് ഫുള്ള് നെല്ലാണല്ലേ? എല്ലാം ഒരു നെല്ല് തന്നെയാ? എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് രണ്ടറയില് 2 ഐറ്റം നെല്ല ഉള്ളത് അല്ലേ? നമുക്ക് എന്തായാലും നമ്മളെ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മളിപ്പോ സ്ഥിരമായിട്ട് ഇത് തന്നെ കഴിക്കുന്ന ഭക്ഷണം കുത്തരിച്ചോറ് തന്നെയായിരുന്നു അല്ലേ? എല്ലാവർക്കും ഇഷ്ടം തന്നെയാ കുട്ടികൾക്കെല്ലാം. അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ വിഷമില്ലാത്ത പച്ചക്കറി, വിഷമില്ലാത്ത പാല്. ഇത് രണ്ടാമത്തെ തറ അല്ലേ? പിന്നെ എന്തായാലും വിഷമില്ലാത്ത പാല്, വിഷമില്ലാത്ത പച്ചക്കറി, വിഷമില്ലാത്ത നെല്ല് വിത്തുകളാ അത്? കുറെ ഐറ്റം വിത്തുണ്ട് അല്ലേ? വെറൈറ്റി. ഇതാണ് ഇനിയിപ്പോ നിങ്ങള് നെല്ല് ഇടേണ്ടത് അല്ലേ? പഴയ വരല് എന്റെ വീട്ടിലുണ്ട് വരല്, അതുകൊണ്ട് എന്നാലും കാണാത്ത ആൾക്കാരുണ്ടാവുമല്ലോ വരല്. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ചെങ്കല്ല് പാളിയാക്കിട്ട്, അതായത് ചെങ്കൽ ടൈല് അല്ലേ? ടൈല് പോലെ ആക്കിയിട്ട് ഒട്ടിക്കുന്നില്ല അല്ലേ? ഇത് സാധാ കല്ല് തന്നെ. അമ്പലത്തിന്റെ ആ ചെത്തില് അല്ലേ? അപ്പൊ ഇതാണ് ടൈല് അല്ലേ? ഈ ഫില്ലർ എല്ലാം ടൈലാക്കിയിട്ട്, ചെങ്കല്ല് പാളിയാക്കി ടൈലാക്കിയിട്ട് ഇത്രയും കനാന്ന്. ഇതാണ് ഈ കനത്തിലാണ് ഇതെല്ലാം ഉള്ളത് അല്ലേ? അടിപൊളി. ഈ കാണുന്നതെല്ലാം നെല്ലാണ്. ഇതെല്ലാം ഇപ്പം കുത്താനുള്ളതാ? പത്തായം നിറഞ്ഞത് കൊണ്ടാണ് ഈ നെല്ലെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പത്തായം ഒഴിയുമ്പം ഈ കാണുന്ന മൊത്തം നെല്ലും ഒക്കെയാണ് കേട്ടോ. അതാ ഇന്നലെ പൂരായതുകൊണ്ട് ഇവിടെ അട പൊഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അടയാണിത്. അടയും ചായ കുള്ളംപശുവിന്റെ ചായ അല്ലെ? അടിപൊളി. അപ്പൊ കുള്ളംപശുവിന്റെ ചായയും ഒരു അടയും കഴിച്ചേക്കാം നമുക്ക് എന്തായാലും രാവിലെ തന്നെ. ഇത് കുറച്ച് കെട്ടിയിട്ടൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ഇങ്ങനെ കെട്ടണം. ഇതാണ് അട. സാധാരണ നമ്മള് ഈ ഇലയുടെ പോലെ തന്നെയാണല്ലേ നമ്മൾ കടയിൽ കിട്ടുന്നത്. പക്ഷെ ഇത് ശരിക്കും വിഷു മുതൽ പൂരം മുതൽ വിഷു വരെ നമ്മളെ വീട്ടിൽ കൊള്ളുന്നു അല്ലേ? അട പുഴുങ്ങും അല്ല? അഥവാ പൂരത്തിന് പുഴുങ്ങാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ അല്ലേ വിഷുവിന്. ഇതാണ് മൊത്തം ഓപ്പണാക്കിയാൽ കാണുന്നത്. ഇത് കണ്ട, ഇതിങ്ങനെ ഓപ്പൺ ആക്കിയത് കൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ശരിക്കും മടങ്ങിയിട്ട് തന്നെയാണ് നമ്മൾ എടുത്ത് കഴിക്കേണ്ടത്. അപ്പോൾ അടിപൊളി ചായയും അടയും കഴിച്ചിട്ട് പിന്നെ കാണാം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സ് വളരെ നല്ല മനസ്സാണ് കേട്ടോ. എനിക്ക് കുറേ ഐറ്റം തന്നിട്ടുണ്ട്. അതായത് നാടൻ മാങ്ങയാണ് അല്ലെ? കാട്ടിൽ പോയിട്ട് പറിച്ചിട്ട് വന്ന നാട്ടു മാങ്ങയാണ്.
ഉപ്പിലിട്ടത്. അതുമാതിരി കുറച്ച് എനിക്ക് വെള്ളരിക്ക വന്നിട്ടുണ്ട്. എന്തായാലും കണി വെക്കാം വിഷുവിന്. വെള്ളരി മാത്രമല്ല, അതിൽ കുറച്ച് പച്ചക്കറി ഉണ്ട്, വെണ്ടയ്ക്കയുണ്ട്, അതുപോലെ കൊത്തവര, അങ്ങനെ ഐറ്റംസ് ഉണ്ട്. മാത്രമല്ല നിങ്ങളുടെ എന്തായിരുന്നു ഭാര്യ പേര്? സഹന. ഭാര്യ ഒപ്പത്തിനൊപ്പം കൂട്ടുന്നുണ്ട്. ഒരുമിച്ച് തന്നെ ഈ വൈഫായ സഹന അല്ലെ, വീട്ടിൽ വിളിക്കുന്ന കല്യാണിന്ന് അല്ലേ? അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. വീട്ടിൽ വിളിച്ചു, അതുപോലെ ചായ തന്നു, നിങ്ങൾ ഉണ്ടാക്കിയ അട തന്നു. അപ്പൊ മക്കളൊക്കെ ഉണ്ട്, മക്കളൊന്നും എഴുന്നേറ്റില്ല. പിന്നെ അതുപോലെ അമ്മയുണ്ട് കൂടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആശംസ നേർന്നുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇപ്പൊ ഇതെല്ലാമായിട്ട് പോവുക. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അല്ലേ? അതുവരേക്കും ഓക്കെ.